കോഴിക്കോട് ബേപ്പൂരിലെ ഒരു നെയ്ത്തുശാല പരിചയപ്പെടാം. ലോകം മുഴുവൻ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ എത്തിച്ചു കഴിഞ്ഞ 32 വർഷമായ വർക്ക്ഷോപ്പിനായി വിദേശികളെത്തുന്ന നെയ്ത്തുശാല 10 രാജ്യങ്ങളിൽ നിന്നായി 16 പ്രഗത്ഭരായ വിദേശികളാണ് ഇവിടെ ഇത്തവണ വർക്ക്ഷോപ്പിൽ പങ്കെടുക്കാനെത്തിയിരിക്കുന്നത്. നെയ്ത്തിനെ ലോകവിപണിക്ക് സുപരിചിതമാക്കിയ ബേപ്പൂരിലെ നെയ്ത്ത് കലാകേന്ദ്രമാണിത്. തസറ ലോകവിപണികൾക്കും വസ്ത്രവ്യവസായികൾക്കും ഏറെ പരിചിതമാണ് തസറ. നെയ്ത്തുൽപ്പന്നങ്ങളിൽ നൂതന ആശയങ്ങൾ കണ്ടെത്തുകയും അവയെ ആഗോള വിപണിയിൽ പരിചയപ്പെടുത്തുകയും ചെയ്ത സഹോദരങ്ങളാണ് KV ബാലകൃഷ്ണനും ശാന്തയും വാസുദേവനും. 32 വർഷമായി ബേപ്പൂരിൽ തുടരുന്ന വർക്ക്ഷോപ്പിൽ ഇന്നും വിദേശത്ത് നിന്നെത്തുകയാണ് പ്രശസ്ത കലാകാരന്മാർ. People make art in India using the things that are available around, like the trees, coconut fibre, natural materials, and to learn from the Indian craftspeople. ഇന്ത്യയിൽ നെയ്ത്തിനോട് താല്പര്യം കുറയുകയാണെന്ന് വാസുദേവൻ പറയുന്നു. 10 രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ആൾക്കാരുണ്ട്. അപ്പോൾ ആദ്യത്തെ 15 ദിവസം സർഫസ് ഡിസൈനിങ്ങിനാണ്. ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ബ്ലോക്ക് പ്രിൻറ്റിങ്, ഷിബോറി, ബത്തിക്, സ്ക്രീൻ പ്രിൻറ്റിങ്, പിന്നെ ഞങ്ങൾ ഇപ്രാവശ്യം മറ്റേ അജ്രക് പ്രിൻറ്റിങ് തന്നെ ഗുജറാത്തിലെ സാധനമാണ്. അത് പഠിപ്പിക്കാൻ എൻ്റെ ക്രാഫ്റ്റ്മാനോട് കൊണ്ടുവന്നിട്ടുണ്ട്. ബാക്കിയൊക്കെ ഞങ്ങളാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് ഇന്ത്യയിൽ നിന്ന് ഞങ്ങൾക്ക് വലിയൊരു റെസ്പോൺസ് ഉണ്ടായിട്ടില്ല ഈ 32 കൊല്ലമായിട്ട്. ഞങ്ങളുടെ സ്റ്റുഡൻസ് മുഴുവൻ പുറത്തുനിന്നായിരുന്നു എന്നും. 11ാം വയസ്സിൽ ശാന്ത സ്വന്തമായി തുടങ്ങിയ നെയ്ത്തുശാലയാണ് പല പരീക്ഷണങ്ങളും രൂപകൽപ്പനകളും നടത്തി വികസിപ്പിച്ചത്. 1996 പോളണ്ടിൽ നടന്ന ട്രിനാലയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തിരുന്നു ശാന്ത. 2018 മുസ്ലിസ് ബിനാലയിൽ ശാന്തയുടെ ഇൻസ്റ്റലേഷൻ കൂറ്റൻ മാവും നൂലിഴകളും മുഖ്യമന്ത്രി അടക്കം അഭിനന്ദിച്ചിരുന്നു. ശാന്ത 1.5 മാസം മുൻപ് വിടവാങ്ങിയെങ്കിലും സഹോദരങ്ങൾ വർക്ക്ഷോപ്പും നെയ്ത്ത് വ്യവസായവും തുടരുകയാണ്. ഇലകളും ഇലച്ചായങ്ങളും മഞ്ഞളും തുടങ്ങി പ്രകൃതിദത്ത നിറങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്ന അജ്രക് വർക്ക് മുതൽ എല്ലാം വിദേശങ്ങളിൽ നിന്നെത്തുന്നവർക്ക് വളരെ സൗഹൃദത്തോടുകൂടി പറഞ്ഞുകൊടുക്കുന്ന മലയാളികൾ ഒരു സുന്ദരമായ കാഴ്ച കൂടിയാണ്. നമുക്ക് ചുറ്റും നാം അറിയാതെ കിടക്കുന്ന ഒരുപാട് വസ്തുക്കളും ഉപയോഗിക്കാതെ കിടക്കുന്ന ഒരുപാട് സാധ്യതകളുമുണ്ട്. ആ സാധ്യതകൾ കണ്ടെത്തുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്യുകയാണ് വാസുവേട്ടനും കുടുംബവും. മലയാളി പലപ്പോഴും മറന്നുപോകുന്ന ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് വാസുവേട്ടൻ. തസ്രയിൽ നിന്നും ക്യാമറമാൻ ജിബേഷിനൊപ്പം PV ജോഷില.